പി തങ്കച്ചൻ മരിച്ചെന്ന് അറിഞ്ഞിട്ടും മഹിളാ കോൺഗ്രസ് യാത്ര അവസാനിപ്പിക്കാതെ ആഘോഷം. സംസ്ഥാന പ്രസിഡന്റ് ജെബി മേത്തർ നയിക്കുന്ന മഹിളാ സാഹസയാത്ര കൊല്ലത്ത് എത്തിയപ്പോഴാണ് പടക്കം പൊട്ടിച്ചുള്ള ആഘോഷം. ഷമീർ അബ്ദുൾ ചേരുന്നു കൊല്ലത്ത് നിന്ന്. ഷമീർ, ഒരുപാട് ദുഃഖം തോന്നും. കാരണം അവർക്ക് വേണ്ടി, ആ പാർട്ടിക്ക് വേണ്ടി ഒരുപാട് പ്രയത്നം നടത്തിയ ഒരു നേതാവാണ്. ആ നേതാവ് മരിച്ച ഒരു വാർത്ത അറിയുമ്പോൾ അത്തരത്തിലൊരു യാത്ര നടത്തുന്നത് നിർത്തിവെക്കാനെങ്കിലും അവർ തയ്യാറാവേണ്ടതായിരുന്നില്ലേ? എന്താണ് നേതാക്കൾ വ്യക്തമാക്കുന്നത്? രുചീഷ്, ഇക്കഴിഞ്ഞ 11-ാം തീയതിയാണ് ഈ യാത്ര കൊല്ലം ടൗണിലേക്ക് എത്തിയതിൻ്റെ സ്വീകരണങ്ങളൊക്കെ നടക്കുന്നത്. അന്ന് വൈകിട്ടോടുകൂടി തന്നെ പി തങ്കച്ചൻ മരിച്ചു എന്നുള്ള വാർത്ത പുറത്തു വരികയും കൊല്ലം DCC ഓഫീസിലടക്കം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പതാക താഴ്ത്തിക്കെട്ടി അവിടെ കറുത്ത കൊടി ഉയർത്തുകയും ചെയ്തു. അപ്പോഴും ഈ ജാഥ കൊല്ലത്ത് തുടരുകയായിരുന്നു. ഇതിനുശേഷം അന്നത്തെ സമാപനം നടക്കുന്നത് കൊല്ലം ചിന്നക്കടയിലാണ്. അപ്പോഴും അദ്ദേഹം മരിച്ചു. കേരളത്തിലെ വിവിധ നേതാക്കൾ എറണാകുളത്തേക്ക് പോകുന്നൊരു സാഹചര്യം. ഈ ജാഥ അപ്പോഴും നിർത്തിവെക്കാതെ കൊല്ലം നഗരത്തിലെത്തിയപ്പോൾ അവിടെ വലിയ രീതിയിലുള്ള ആഘോഷം സംഘടിപ്പിക്കുകയും ചെയ്തു. അത്തരത്തിൽ പി തങ്കച്ചനെ പോലുള്ള വലിയൊരു സീനിയറായ ഒരു നേതാവിനെ അനാദരവ് എന്ന് വേണം ഇതിനെ കാണാൻ. അതിനു മുമ്പ് തന്നെ, അതായത് കൊല്ലത്തെ സമാപന സമ്മേളനം ഒഴിവാക്കി കൊണ്ട് തന്നെ ജെബി മേത്തർ MP-ക്ക് ഇത്തരത്തിൽ ഈ ജാഥ അവസാനിപ്പിച്ചുകൊണ്ട് എറണാകുളത്തേക്ക് തിരിക്കാമായിരുന്നു. പക്ഷേ ആ ജാഥ അവസാനിക്കുന്നത് ഏതാണ്ട് 7 മണിക്കും 8 മണിക്കും ഇടയ്ക്കാണ് ഇത്തരത്തിൽ കൊല്ലത്ത് അവസാനിക്കുന്നത്. അന്നേരമാണ് ഇത്തരത്തിലൊരു വലിയ പടക്കം പൊട്ടിച്ചുകൊണ്ട് വലിയൊരു ആഘോഷ പരിപാടി അവിടെ സംഘടിപ്പിച്ചത്. അത് ശരിയായ നടപടിയല്ല എന്ന് കോൺഗ്രസിനുള്ളിൽ തന്നെ വലിയ അഭിപ്രായം ഉയരുന്നു. അത് തെറ്റായ നടപടിയാണ് അവർ സ്വീകരിച്ചത്. ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നതോടുകൂടി മഹിളാ കോൺഗ്രസ് വലിയ പ്രതിരോധത്തിലായിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഉള്ളത്. രുചീഷ്.